ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമുക്ക് എങ്ങനെ നന്നായിട്ട് പ്രാർത്ഥിക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, ഈശോയ്ക്ക് ഒരുപാട് ശിഷ്യന്മാരുണ്ട് അല്ലേ. അപ്പോസ്തലന്മാർ 12 പേരുണ്ടായിരുന്നു, വേറെ 72 പേരുണ്ടായിരുന്നു. അതുകൂടാതെ 120ഓളം ആൾക്കാർ പന്തക്കുസ്തയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ശിഷ്യന്മാരുണ്ടായിരുന്നു. എന്തിനാണ് ശിഷ്യന്മാർ ഗുരുവിൻ്റെ അടുത്ത് കൂടുന്നത്? ഗുരു ചെയ്യുന്നതെല്ലാം കാണാനും കേൾക്കാനും പഠിക്കാനും, അങ്ങനെ ഗുരുവിനെ പോലെ ആയി തീരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഈശോ നടക്കുന്ന വഴികളിലൂടെ അവരെല്ലാം പിഞ്ചെന്നു. അവർ കണ്ടു, കാറ്റിനെ ശാന്തമാക്കുന്നത് കണ്ടു, കടലിനെ ശാന്തമാക്കുന്നത് കണ്ടു, രോഗികളെ സുഖപ്പെടുത്തുന്നത് കണ്ടു, തളർവാദ രോഗികളെ എഴുന്നേൽപ്പിച്ച് നടന്നത് കണ്ടു, അന്ധർക്ക് കാഴ്ച നൽകുന്നത് കണ്ടു, അപ്പം വർദ്ധിപ്പിക്കുന്നത് കണ്ടു, മരിച്ചവരെ ഉയർപ്പിക്കുന്നത് കണ്ടു. ഇങ്ങനെ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ ഈശോ അവരുടെ മുമ്പിൽ ചെയ്തത് അവർ കണ്ടു. പക്ഷെ അത് തന്നെ എങ്ങനെയാണ് അതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്ന് ഒരിക്കലും ശിഷ്യന്മാർ ചോദിച്ചില്ല. എങ്ങനെയാണ് ഈ മരിച്ചവരെ ഉയർപ്പിക്കുന്നത്, എങ്ങനെയാണ് അപ്പം വർദ്ധിപ്പിക്കുന്നത്, എങ്ങനെയാണ് ഈ കടലിനെ ശാന്തമാക്കുന്നത്, അതൊന്നും ഈ ശിഷ്യന്മാർ ചോദിച്ചില്ല. പക്ഷേ ഈശോയുടെ അടുക്കൽ ചെന്നിട്ട് ഈ ശിഷ്യന്മാർ ചോദിച്ച ഒരേ ഒരു ചോദ്യം ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ എന്നുള്ളതാണ്. കാരണം എന്താണ്? സ്നാപയോന നേരത്തെ പ്രാർത്ഥിക്കാൻ അവരെ പഠിപ്പിച്ചു. അപ്പോൾ അവർ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹത്തോടെ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നാണ് ഈശോയുടെ അടുക്കൽ വന്ന് ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കാൻ ഒരു കാരണം കൂടെ ഉണ്ട്. ഈശോ രാത്രിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, അതിരാവിലെ വചനസ്ഥലത്തേക്ക് പോയിരുന്ന് പ്രാർത്ഥിക്കുന്നു, ശുശ്രൂഷയ്ക്ക് ശേഷം വൈകുന്നേരങ്ങളിൽ തൊട്ട് രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, തൻ്റെ അനുഗ്രഹങ്ങളുടെ സമയങ്ങളിലെല്ലാം പ്രാർത്ഥിക്കുന്നു, സങ്കടങ്ങളുടെ സമയത്ത് പ്രാർത്ഥിക്കുന്നു, തൻ്റെ ഐഹിക ജീവിതകാലത്ത് വലിയ കണ്ണീരോടും വിലാപത്തോടും കൂടെ പ്രാർത്ഥിച്ചു എന്നാണ് ഹെബ്രായ ലേഖനത്തിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഈശോയെ കണ്ടപ്പോൾ, ഈശോയ്ക്ക് പിതാവുമായിട്ടുള്ളൊരു ബന്ധം കണ്ടപ്പോൾ, ഈശോ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറക്കപ്പെടുന്നത് കണ്ടപ്പോൾ, പിതാവിൻ്റെ സ്വരം അവർ കേട്ടപ്പോൾ, അവൻ്റെ രൂപം മാറുന്നത് കണ്ടപ്പോൾ അവർക്ക് തോന്നി നന്നായിട്ട് പ്രാർത്ഥിക്കണമെന്ന്. പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ എല്ലാം ആയെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അവർ വന്നിട്ട് ചോദിച്ചു, ഞങ്ങളെ പ്രാർത്ഥിക്കാനൊന്ന് പഠിപ്പിക്കണേ. ഈശോ അവരെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിച്ചു. നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രാർത്ഥനയാണ് സ്വർഗ്ഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്കകത്ത് 7 കാര്യങ്ങളും, ആ 7 കാര്യങ്ങൾ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലും ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ നമുക്ക് 1 മണിക്കൂർ അല്ല അതിൽ കൂടുതൽ പ്രാർത്ഥിക്കാനായിട്ട് പറ്റും. ഈശോ ചോദിച്ചു, 1 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് ഉണർന്നിരുന്ന് എന്നോട് കൂടെ പ്രാർത്ഥിക്കാനാവുകയില്ലേ എന്നല്ലേ ചോദിച്ചേ. നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ ഉള്ള ഒരു വഴിയെക്കുറിച്ചാണ്. ഒന്നാമത്തെ പ്രാർത്ഥന എന്താണ്? ഈശോ പ്രാർത്ഥിക്കുകയാണ്, സ്വർഗ്ഗസ്നായ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന് പ്രാർത്ഥിക്കാനുള്ള കാരണം, ഈശോയുടെ നാമത്തിന് എന്ത് ചോദിച്ചാലും നമുക്ക് തരും. നമുക്ക് ലഭിക്കുന്നതല്ല ഈശോയുടെ നാമം വഴിയാണ്. അവിടുത്തെ നാമത്തിൽ അവരെ സംരക്ഷിക്കണമേ, അവിടുത്തെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ, അവിടുത്തെ നാമത്തിൽ ഞങ്ങൾ വിജയം നൽകണമേ. അങ്ങനെ ഇസ്രായേൽ ജനത പ്രാർത്ഥിച്ചത് മുഴുവൻ അവിടുത്തെ നാമത്തിൽ ലഭിക്കുന്ന അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം ഈശോ തന്ന അനുഗ്രഹങ്ങളെ, ദൈവം തന്ന അനുഗ്രഹങ്ങൾ ഏറ്റുപറഞ്ഞ് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതാണ് ഒന്നാമത്തെ പ്രാർത്ഥന. അപ്പം നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നേക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയുന്ന പ്രാർത്ഥന ഉണ്ടാവണം. ചിലപ്പോൾ നമ്മൾ ഭയങ്കര കഷ്ടപ്പാട്, സങ്കടങ്ങളിലും വിഷമങ്ങളും ഒക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് ഈശോയ്ക്ക് നന്ദി പറയണം. കാരണം എന്താണ്? നമ്മുടെ ഇന്നത്തെ കഷ്ടതകളെല്ലാം നിസ്സാരമാണെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് തന്നെയല്ല, ഇതെല്ലാം പിന്നീട് നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കപ്പെടും എന്ന് ഈശോ നമ്മളെ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്കുള്ള എല്ലാറ്റിനെയും പ്രതി ഈശോയ്ക്ക് നന്ദി പറയുന്നതാണ് ഒന്നാമത്തെ പ്രാർത്ഥന. രണ്ടാമത്തെ പ്രാർത്ഥന എന്താണ്? അങ്ങയുടെ രാജ്യം വരണമേ എന്നാണ്. അങ്ങയുടെ രാജ്യം വരണമെന്ന് പറഞ്ഞാൽ അങ്ങ് ആരായി? അങ്ങ് രാജാവായി. അപ്പം നമ്മൾ പ്രജകളായി. അതുപോലെ ഇസ്രായേൽ ജനത ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം, അങ്ങൻ്റെ പാറയാണ്, അങ്ങൻ്റെ കോട്ടയാണ്, അങ്ങൻ്റെ സംരക്ഷകനാണ്, അങ്ങൻ്റെ തൂണാണ്, അങ്ങെനിക്ക് അമൂല്യനാണ്, അങ്ങെനിക്ക് അത്യുന്നതനാണ്, അങ്ങ് ഇസ്രായേലിൻ്റെ സൈന്യാധിപനാണ്. ഇങ്ങനെ അവരനുഭവിച്ച ദൈവാനുഭവം മുഴുവൻ ഏറ്റുപറഞ്ഞ് ഈശോ എനിക്കാരാണ്, ദൈവം എനിക്കാരാണ് എന്ന് ഏറ്റുപറയുന്ന പ്രാർത്ഥനയാണ് രണ്ടാമത്തേത്. എന്ന് വെച്ചാൽ ദൈവത്തെ സ്തുതിക്കുന്ന പ്രാർത്ഥനയാണ്. എനിക്ക് ദൈവം ആരാണ് അത് ഏറ്റുപറയാൻ ഈശോ നമ്മളെ ക്ഷണിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഈശോ ആരാണ്? അവിടെ നിന്നെ സൗഖ്യദായകനാണ്, എന്നെ സൗഖ്യപ്പെടുത്തണമേ. അങ്ങൻ്റെ രക്ഷകനാണ്, എന്നെ രക്ഷിക്കണമേ. അവിടെ നിൻ്റെ പാപ വിമോചനാണ്, എൻ്റെ പാപത്തിൽ നിന്ന് മോചിക്കണമേ. അങ്ങനെയുള്ള പ്രാർത്ഥനകളാണ് രണ്ടാമത്തെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ടത്. മൂന്നാമത്തെ പ്രാർത്ഥന എന്താണ്? അവിടുത്തെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിലും ആകണേ എന്നുള്ള പ്രാർത്ഥനയാണ്. എന്ന് വെച്ചാൽ അതൊരു വലിയ സമർപ്പണത്തിൻ്റെ, ആരാധനയുടെ പ്രാർത്ഥനയാണ്. അപ്പം നമുക്ക് ലഭിച്ചേക്കുന്ന എല്ലാ കാര്യങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചിട്ട്, ദൈവമേ അങ്ങയുടെ ഹിതം അതിനകത്തെല്ലാം നിറവേറ്റണമേ, അങ്ങയുടെ ഇഷ്ടത്തിന് എന്നെ തന്നെ സമർപ്പിക്കുന്നു, എന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. എൻ്റെ ചിന്തകളും എൻ്റെ ഭാവനകളും എൻ്റെ വികാരങ്ങളും എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ആത്മാവും എൻ്റെ ശരീരം എല്ലാം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്കുള്ളതെല്ലാം പരിപൂർണമായിട്ട് ഈശോയ്ക്ക് സമർപ്പിക്കുന്ന പ്രാർത്ഥനയാണ് ആരാധനയുടെ പ്രാർത്ഥനയാണ്. നാലാമത്തെ കാര്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അന്നന്ന് വേണ്ടുന്ന ആഹാരത്തിന് വേണ്ടിയിട്ടാണ്.
അന്നു വേണ്ടുന്ന ആഹാരം എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന ആഹാരമുണ്ട്, വസ്ത്രമുണ്ട്, നമുക്ക് വേണ്ട ജോലിയുണ്ട്, സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, ആയുസ്സുണ്ട് എന്ന് വേണ്ട നമ്മുടെ ജീവിതത്തിന് അനുകൂലമായിരിക്കുന്ന പഠനത്തിൻ്റെ മേഖല ആയിരിക്കും, ഏതും ആയിക്കൊള്ളട്ടെ, നമുക്ക് ആവശ്യമുള്ളതെല്ലാം ചോദിക്കാൻ. ഈശോ പറഞ്ഞില്ലേ മത്തായി 7:7, ചോദിക്കും ലഭിക്കും, ചോദിക്കും നിങ്ങൾക്ക് ലഭിക്കും, മുട്ടും നിങ്ങൾക്ക് തുറന്നു കിട്ടും, അന്വേഷിക്കും നിങ്ങൾ കണ്ടെത്തും. അപ്പോൾ അങ്ങനെ ചോദിക്കാനുള്ളൊരവസരം ഈശോ തരികയാണ്. നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളിലേക്ക് ഈശോയെ ക്ഷണിച്ചുകൊണ്ട് ഈശോയെ ഈ മേഖലകളിൽ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞുള്ള പ്രാർത്ഥനയാണ് അന്നു വേണ്ടുന്ന ആഹാരത്തിനുള്ള പ്രാർത്ഥന. അതിനൊരു ബി പാർട്ടുണ്ട്. ആ ബി പാർട്ടോട് പൂർണ്ണമാവണം. കാരണം ഈശോ പറഞ്ഞു മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല, മറിച്ച് ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കേണ്ടതെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന ആഹാരം, അനുദിന ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന ഭൗതിക നന്മകളൊക്കെയും ഒപ്പം നമുക്ക് ദൈവവചനവും കൂടെ നമുക്ക് ആവശ്യമാണെന്ന് ഈശോ പറഞ്ഞു വന്നു. അതുകൊണ്ട് ഓരോ ദിവസവും പ്രാർത്ഥിക്കണം, ഈശോയെ അവിടുത്തെ വചനം, ഇന്നത്തെ വചനം എനിക്ക് തരണമേ. എന്നിട്ട് ആ വചനം അനുസരിച്ച് എന്തുകൊണ്ട് ഈശോ എന്നോട് സംസാരിച്ചു, ഞാൻ ഇതിനകത്ത് എന്താ മനസ്സിലാക്കണ്ടേ, അങ്ങനെ ചോദിച്ചുകൊണ്ട് ആ വചനത്തെക്കുറിച്ച് അല്പസമയം ധ്യാനിക്കണം. എന്നിട്ട് അല്പസമയം നിശബ്ദതയിലിരിക്കണം, ദൈവഹിതം തേടി ദൈവം എന്നോട് എന്താ സംസാരിക്കുന്നതെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട്. ആ ഒരു പ്രാർത്ഥനയാണ് നമ്മൾ 4ാമത്തെ പ്രാർത്ഥനയിൽ അന്നു വേണ്ടുന്ന ആഹാരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെ അതിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ദൈവഹിതം തേടിയുള്ള പ്രാർത്ഥന. 1 നമ്മൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം, 2 സ്തുതിച്ച് പ്രാർത്ഥിക്കണം, 3 ആരാധിച്ച് പ്രാർത്ഥിക്കണം, 4 ദൈവഹിതം തേടി പ്രാർത്ഥിക്കണം. 5ാമത്തെ കാര്യം നമ്മൾ നമ്മുടെ തെറ്റുകൾ ക്ഷമിക്കണേ എന്ന് പറഞ്ഞുള്ള പ്രാർത്ഥനയാണ്. ഞങ്ങൾ ക്ഷമിച്ച പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങൾ കരുണ കാണിച്ച പോലെ ഞങ്ങളോട് കരുണ കാണിക്കണമേ, ഞങ്ങൾ മറ്റുള്ളവരോട് ഇടപെട്ടതുപോലെ ഞങ്ങളോട് ഇടപെടണമേ, ഞങ്ങൾ ദയ കാണിച്ച പോലെ ഞങ്ങളോട് ദയ കാണിക്കണമേ. ചുരുക്കത്തിൽ അത് വിശുദ്ധീകരണ പ്രാർത്ഥനയാണ്. ഈശോ ആഗ്രഹിക്കുന്നത് നമ്മുടെ വിശുദ്ധീകരണമാണ്. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത് എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. അസന്മാർഗ്ഗത്തിൽ നമ്മൾ പിന്മാറണം. അങ്ങനെ നമ്മുടെ ശരീരത്തെ, നമ്മുടെ ആത്മാവിനെ, നമ്മുടെ മനസ്സിനെ എല്ലാം ദൈവത്തിന് സമർപ്പിച്ചിട്ട് വിശുദ്ധീകരിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. നമുക്കറിയാം, നമ്മൾ എല്ലാ ദിവസവും കുളിക്കുകയും അലക്കുകയും പല്ല് തേക്കുകയും ഒക്കെ ചെയ്യാറില്ലേ? അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് എല്ലാ ദിവസവും നമ്മൾ ചെയ്യും. പുറത്തിറങ്ങിയാലും പുറത്തിറങ്ങിയില്ലെങ്കിലും നമ്മൾ ചെയ്യും. അത് കാരണം നമ്മുടെ ശരീരത്തിൽ പുറത്തുനിന്നുള്ള അശുദ്ധി പടരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് അശുദ്ധി വാക്കുകളിലൂടെ, കേൾവികളിലൂടെ, സംസാരത്തിലൂടെ, സ്പർശനത്തിലൂടെ ഒക്കെ നമ്മളിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് നമുക്ക് വിശുദ്ധീകരണ പ്രാർത്ഥന അനിവാര്യമാണ്. 2 കാര്യങ്ങളിലൂടെയാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നത്. ഒന്ന്, ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകപ്പെടണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ. 2ാമത് വചനം കൊണ്ടാണ്. നമ്മൾ വചനം വായിക്കുമ്പോൾ ആ വചനം വഴി എന്നെ വിശുദ്ധീകരിക്കണമേ, ആ വചനം അനുസരിച്ച് ജീവിക്കാനുള്ള കൃപ തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ആ വചനത്തിൻ്റെ യോഗ്യത എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് വിശുദ്ധീകരണ പ്രാർത്ഥന. ഇനി 6ാമത്തെ പ്രാർത്ഥന, നമുക്ക് വിശുദ്ധീകരണം സംഭവിച്ചു നമ്മുടെ എല്ലാ മേഖലകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ കഴിഞ്ഞ കാലങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നമ്മൾ ആന്തരിക സൗഖ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. കഴിഞ്ഞകാല മുറിവുകളെല്ലാം സമർപ്പിച്ച് നമ്മൾ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അതിനുശേഷമുള്ള പ്രാർത്ഥനയാണ് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, പ്രലോഭനത്തിൽ ഉൾപ്പെടാൻ ഇടയാക്കരുതേ എന്നുള്ള പ്രാർത്ഥന. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അത് ശക്തിപ്പെടാനുള്ള പ്രാർത്ഥനയാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ കൊണ്ട് നിറയാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നമുക്കറിയാം, ജ്ഞാനം, ബുദ്ധി, അറിവ്, ആലോചന തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച്. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ നിറയാൻ വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം. ഭാഷാവരം, വ്യാഖ്യാനവരം, പ്രബോധനവരം, നേതൃത്വവരം, അധ്യാപനവരം, ശുശ്രൂഷവരം, ദർശനവരം, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ളവരം, അങ്ങനെ ഒത്തിരി വരങ്ങളില്ലേ? ആ വരങ്ങളൊക്കെ നിറയാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സമയത്ത് പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് നിറഞ്ഞ് ജീവിതം നയിക്കാനായിട്ടൂടെ പ്രാർത്ഥിക്കണം. നമുക്കറിയാം, സ്നേഹവും ആനന്ദവും ക്ഷമയും ദയയും സമാധാനവും നന്മയും വിശ്വസയും സൗമ്യതയും ആത്മസ്വനും, അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അങ്ങനെ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളുള്ള വ്യക്തികളായിട്ട് നമ്മൾ മാറും. 7ാമത്തെ പ്രാർത്ഥന, നമ്മൾ ആ പ്രാർത്ഥിച്ച പ്രാർത്ഥന എല്ലാം എടുത്തു വെച്ച് നോക്കിയാൽ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ഞങ്ങൾ ക്ഷമിച്ച പോലെ ഞങ്ങളോട് ക്ഷമിക്കണം. ഇതെല്ലാം ഞങ്ങൾ എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ്, ഒരു ബഹുവചനം ഉപയോഗിച്ചുകൊണ്ടാണ്. അതിനർത്ഥം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമെന്നാണ്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട്, ദേശത്തിന് വേണ്ടിയിട്ട്, സഭയ്ക്ക് വേണ്ടിയിട്ട്, അധികാരികൾക്ക് വേണ്ടിയിട്ട്, രാജാക്കന്മാർക്ക് വേണ്ടിയിട്ട്, എല്ലാ അധ്യാപകർക്ക് വേണ്ടിയിട്ട്, അങ്ങനെ എല്ലാ സാഹചര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണം. ചുരുക്കത്തിൽ ഈ സ്വർഗ്ഗസ്നായ പിതാവേ 7 പ്രാർത്ഥന ഇങ്ങനെ നമുക്ക് പറയാം. 1, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം.
2 സ്തുതിച്ച് പ്രാർത്ഥിക്കണം, 3 ആരാധിച്ച് പ്രാർത്ഥിക്കണം, 4 ദൈവഹിതം തേടി പ്രാർത്ഥിക്കണം, 5 നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം, 6 പരിശുദ്ധാത്മാവിനെ നമ്മൾ ശക്തിപ്പെടാൻ വേണ്ടിയിട്ട് ശക്തീകരണത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം, 7 മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മണിക്കൂറുകളോളം ഈശോയുടെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. ഈശോയുമായിട്ട് നല്ലൊരു വ്യക്തി ബന്ധത്തിലായിട്ട് തീരുന്നതാണ് അറിയാനായിട്ട് പറ്റും. ഈശോ വ്യക്തിപരമായിട്ട് നമ്മളോട് സംസാരിക്കുന്ന ദൈവവചനത്തിലൂടെ, നമ്മളോട് സംസാരിക്കുന്നത് ചിന്തകളിലൂടെ സംസാരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഈശോയായിട്ട് നല്ല ഗാഢ ബന്ധത്തിലേക്കായി തീരാൻ വ്യക്തിപരമായ പ്രാർത്ഥന നമ്മളെ സഹായിക്കുകയും ചെയ്യും.